ഹായ്, ഞങ്ങൾ ഇന്ന് ഇച്ചിരി ചെമ്മീൻ, എൻ്റെ കണ്ണമ്മോന് ചെമ്മീൻ റോസ്റ്റ് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയുണ്ട്. കാരണം ചെമ്മീൻ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം അത് വെക്കാനായിട്ട് ഞാൻ വേണ്ട കുറച്ച് ഉള്ളി, സവോളയെന്നോ ഉള്ളിന്നോ ഒക്കെ പറയാം. കാരണം ഇത് ഈ വലിപ്പമുള്ളതായിരിക്കും. അപ്പം ഞാൻ പൊളിക്കും, പെണ്ണരിയും. കാരണം അരിയാനൊക്കെ എളുപ്പം വെക്കാം, എന്നെക്കഴിഞ്ഞ് സ്പീഡ് വെക്കാം. ചിലപ്പോൾ അരി കിട്ടോ, കാരണം കുഞ്ഞായി ഇവിടെ വരുന്നുണ്ട്. എന്നാ ശുക്കാടിക്കോ അച്ചാച്ചേ. അപ്പം ഞാൻ ഇതൊക്കെ ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചു. ഇനി ഒന്ന് കഴുകി എടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണം. കുഞ്ഞായി എന്നത്തേക്ക് എൻ്റെ കയ്യിലോട്ട് വന്നു. ഇനി ഞാൻ എൻ്റെ ആയുധം അവളുടെ കയ്യിലോട്ട് മൈക്ക് കൈമാറെന്ന് പറയുന്ന പോലെ ആയുധം പെണ്ണിൻ്റെ കയ്യിലോട്ട് കൈമാറുന്നേ. അപ്പം അവൾ ഉള്ളിയൊക്കെ കഴുകിയെടുത്തു. കഴുകി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞങ്ങളൊന്ന് അരിഞ്ഞൊക്കെ വെക്കാവേ. അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ നല്ല ഇടിയും കൊല്ലാനും ഒക്കെ പേടിച്ച് മാറിയാണ്. കേൾക്കാവോ ഇല്ല, നല്ല ഇടിയും കൊല്ലാനും ഒക്കെയാണ്. അപ്പോൾ അത് ഞങ്ങൾ അരിഞ്ഞൊക്കെ വെച്ച് ബാക്കി കാണിക്കാം. എനിക്ക് ഈ കട്ടിപ്പാടയിലൊക്കെ വെച്ചരിയുന്നതിനെ കഴിഞ്ഞ് എളുപ്പം കൈ പിടിച്ചരിയുക. കട്ടിപ്പാടയിൽ വെച്ചരിഞ്ഞ് എനിക്ക് അത്ര വലിയ വശമൊന്നുമില്ല. അപ്പം ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചു. ഹെൽപ്പിന് അമ്മയുണ്ട് കേട്ടോ. ഒരു ചെറിയ 3 തക്കാളിക്കായും കൂടി എടുത്തു. ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി, ഉപ്പ് കുറച്ച് സവോള അരിഞ്ഞപ്പോഴത്തേനും കണ്ണ് നീറുന്ന പറഞ്ഞിട്ട് അവിടോട്ട് കൊണ്ടുവന്ന് തുറന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ്, ഒരു കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. കുറച്ച് നേരം വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അന്നേരത്തേനും സവോളയൊക്കെ നമുക്ക് വഴറ്റി വെക്കാം. ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. എന്നെ എപ്പോഴാണ് എണ്ണയ്ക്കകത്തിട്ട് ഇടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ അങ്ങ് വറുത്തെടുക്കാം. നമുക്ക് കുറച്ചെണ്ണ മതി, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചൂടായി. അയ്യോ, കരിയാപ്പില ഇല്ലല്ലോ. കറിവേപ്പിലാണേ മഴയാണ്, പറിക്കാനും എനിക്കാർന്നൊക്കെ പറിക്കായിരുന്നു. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പം കുറച്ചേ കാണുള്ളൂ. ശരിക്കും പറഞ്ഞല്ലോ, ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ, വല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ പിന്നെ കറി വെക്കാൻ കാണത്തില്ല. പറക്കി തിന്നുകൊണ്ട് നടക്കും. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഫുൾ തീയൽ വെച്ചിട്ടില്ല, ഒരു മീഡിയം ടു ഹൈ അങ്ങനെ വെച്ച് വറുത്തെടുക്കാം നമുക്ക്. കറണ്ട് പോയി, നല്ല മഴ, കറണ്ട് പോയി. അത് എന്നെ കാണാവോ ഇല്ലയോ? എല്ലാവരും എന്നെ കളിയാക്കും, പല്ല് മാത്രമേ കാണത്തുള്ളൂ. കാക്ക തേങ്ങാപ്പൂളും കൊണ്ട് പോകുന്ന പോലെ പല്ല് മാത്രമേ കാണത്തുള്ളൂ. അപ്പം എന്നെ കാണാവോ ഇല്ലയോ? അവള് ലൈറ്റൊക്കെ ഇട്ട് എമർജൻസി അവിടെ കൊണ്ട് വെച്ച് ഫോണിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് വറുത്തെടുക്കാം കേട്ടോ. സ്കൂളിൽ പണ്ട് പിള്ളേരെ വിളിക്കായിരുന്നു. ഇതിൻ്റെ ഓർക്കട്ടെ
പറഞ്ഞാൽ ഇരുത്തത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ കാണാം എൻ്റെ കെട്ടിയെന്നൊക്കെ പറയും അങ്ങനെ എവിടെയെങ്കിലും പെട്രോൾ പോലെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഇടിച്ചിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമെന്ന് പറയും അപ്പോൾ അത് ഞാൻ ഓർത്തെടുക്കാം. ദേ പുറത്ത് മഴ 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 പ്രകൃതിയായി മഴ. ഞാൻ പറഞ്ഞത് അച്ചാച്ചയും കുഞ്ഞും കൂടി അവിടെ വെളിയിൽ മഴയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നീ അത് പോയി പിടിക്കുക, അച്ചാച്ചയും കുഞ്ഞും കൂടി മഴ കണ്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അവളൊന്നും പറയാതെ പോയി പയ്യെ പോയി വീഡിയോ പിടിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അടുത്ത് നോക്കിക്കണ്ണ, നല്ല മഴ, കറണ്ടില്ല, ഫ്ലാഷ് ഇട്ടിട്ടാ എടുക്കുന്നത്. ഓ ഭാഗ്യം, ഇടയ്ക്ക് പറഞ്ഞു. അവൾ പറയും അമ്മയ്ക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതി, ഞാനിങ്ങനെ പിടിക്കാമെന്ന് പറയും. ചെമ്മീന് ഇല്ല മൊത്തം ഭയങ്കരമായിട്ട് അങ്ങ് മൂക്കണ്ട, ഒരു 3-4 മിനിറ്റ് കിടന്നിട്ട് അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഉണ്ടോ ഇത് മൊത്തം മറിച്ചിട്ടോ? ഇനിയിപ്പോൾ ഈ വശവും കൂടി ഒന്ന് കിടന്ന് ഒന്ന് മൂക്കട്ടെ. ഞങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ ഈ കേൾക്കുന്നത്. എല്ലാ വീഡിയോയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഞങ്ങൾ പ്രത്യേകം കാശ് കൊടുത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അല്ലേ പറു. അപ്പം അത് വേകുമ്പോഴത്തേന് ഞാൻ വേണ്ട ഒരു ഇച്ചിരി രാവിലെ കാപ്പി കുടിച്ചില്ല, അതൊക്കെയാണ് പോയത്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും പരിപ്പേറിയായിരുന്നു. ഞാൻ 2 ചപ്പാത്തി എടുത്ത് പരിപ്പേറി ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴിക്കട്ടെ. അപ്പം നമ്മുടെ ചെമ്മീൻ കൂട്ടനൊക്കെ 2 വശവും ഒരു 3/4 ഭാഗം മൂത്തു. ഇനിയിപ്പോൾ നമുക്കത് കോരി മാറ്റാം. തന്നെ ഒരു ശകലം കടുക്, അതിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകം, ഇട്ടു കേട്ടോ. പെരിഞ്ജീരകം ഇട്ടിട്ട് വേണ്ട നമ്മുടെ ഈ ഉള്ളി പച്ചമുളകും സവോളയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നോളം വരെ ഇത് വഴറ്റിയെടുക്കാം. ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. ഇച്ചിരി എണ്ണയുടെ പോരായ്മ എനിക്കുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇട്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ബ്രൗൺ കളറായി, ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പം തക്കാളിക്കായും കൂടി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലിട്ടു. ഞാൻ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ. ഒന്ന് അടച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ തക്കാളി ഒന്ന് ഇതാവും. അപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നു. ഇനി നമുക്ക് കുറച്ച് അരപ്പും കൂടി ഇടാം. എരിവുള്ള മുളകല്ലേ, അപ്പം നീ ഇച്ചിരി ഇട്ടോ. ഒരു ശകലം കൂടി ഇട്ടോ, ശകലം കൂടി ഇട്ടാൽ അത്രയും ശകലം കൂടി ഇട്ടാൽ മതി. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ, ശകലം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ ഇട്ടോ. മതി. ഇതിനെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടതല്ലേ, അതേപോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പച്ചമണം മാറുന്നോളം വരെ അരപ്പൊന്ന് മൂക്കട്ടെ. ഈ കരിയാപ്പില എടുത്തില്ല സജീവണ്ണ, മഴയാ. എന്നാലും 2 കരിയാപ്പില ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ല. ഞാൻ പയ്യൊന്ന് പോയി നോക്കിയിട്ട് വരാവേ. ഇത് മൂക്കുമ്പോഴത്തേന് ഞാൻ ഇച്ചിരി കരിയാപ്പില ഇല്ലെങ്കിൽ ഇതൊരു സുഖമാകത്തില്ല. ഇച്ചിരി കരിയാപ്പില കിട്ടിയില്ലെങ്കിൽ പിന്നെ പെണ്ണ് ഓടിപ്പോയി മഴയത്ത് പോയി ഇച്ചിരി ഞൊള്ളിക്കൊണ്ട് വന്നു. കുഞ്ഞ് തണ്ടൊക്കെ ഇടാൻ പറ്റുന്ന കരിയാപ്പിലയാണ്. അപ്പം നമ്മുടെ അരപ്പൊക്കെ മൂത്തു, അരപ്പിൻ്റെ പച്ചമണമൊക്കെ മൂത്തു. അപ്പം നമുക്കൊരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന്
ഒന്ന് നമുക്കൊരു ശകലം വരട്ടിയതാണെങ്കിലും ശകലം ഒരിത് വേണമല്ലോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് നമുക്ക് ഈ നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അരപ്പൊക്കെ അങ്ങ് തിളച്ചു. ഇത്തിരി കൊണ്ടുവന്ന് നോക്കട്ടെ കേട്ടോ. ശക്കലം കൂടി വേണം. ഇതിന് നമ്മൾ ഉപ്പിട്ട് വറുത്തതായതുകൊണ്ട് നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഞാൻ പയ്യെ ഇതങ്ങിട്ട് കേട്ടോ. ഇച്ചിരിയേ ഉള്ളു കണ്ടോ, ശക്കലേ ഉള്ളൂ. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, എടുത്തു കഴിഞ്ഞാൽ ഒരു ശക്കലേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ വരട്ട്, നമ്മുടെ താരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതിന് എന്നാ ഉള്ളതെന്നൊക്കെ പൊക്കി നോക്കുക. ചപ്പാത്തി ഉണ്ടോ? അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പുണ്ട്. ജയിലൊന്നും അല്ലല്ലോ, നമ്മളിപ്പോൾ വീട്ടിൽ വന്നതൊക്കെയാണ്. ജയിൽ പോലെ ഇപ്പോൾ വീട്, മഴക്കാലം ആയി കഴിഞ്ഞാൽ ജയിൽ പോലെ വീട്. എന്നാടാ നല്ല ഒന്നാന്തരം കൂഴച്ചക്ക അവിടെ ഇരിപ്പുണ്ട്. കൂഴച്ചക്കതേ നല്ലപോലെ പഴുത്തിങ്ങനെ വലിച്ചു കുടിക്കാതെ അവിടെ അത് എടുത്തു തരാം. അതിൽ നിന്ന് എടുക്കണം. എടുത്തു തരാടാ. ഇത് അവിടെ ലൈറ്റ് കരണ്ട് വന്നു, നമ്മുടെ കരണ്ട് വന്നു. KSBയാണ്. ഞങ്ങൾ നമ്മുടെ പറയും, ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. ഉണ്ടോ? വന്ന ഉടനെ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുന്നത്. ഫ്രിഡ്ജിൽ തന്നെയാണോ? മുട്ടായി ഉണ്ട്, അതെടുത്തു. ഗൾഫ് മുട്ടായിയാണ്. ഇപ്പം ഇന്ന് കിട്ടിയതാ, ഇന്ന് ടീച്ചർ തന്നതാ. നീ എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡ് ആണല്ലോ. എനിക്കറിയത്തില്ല, ഞാൻ 2-3 ദിവസമായി വിളിച്ചിട്ട്. എല്ലാവർക്കും അവനവൻ്റെ കാര്യം എന്നുള്ള ഇതല്ലേ ഉള്ളൂ. അപ്പൻ്റെ അമ്മയുടെ കാര്യം നോക്കാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? അപ്പം ഞങ്ങളുടെ ചെമ്മീൻ വരട്ട് ഉണ്ടോ, അടിപൊളിയല്ലേ? ഇനി ഉപ്പും ഇതുമൊക്കെ ഉണ്ടോ നോക്കണം. ഇനി അതൊന്ന് നോക്കിയിട്ടെ നോക്കിയാൽ കിട്ടിയാനെ. അതിനകത്ത് ഉപ്പും ഇതുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയേ. ഇത്രയൊക്കെ ഞങ്ങൾ ആക്കി വെച്ചു. ഇടയ്ക്ക് ക്യാമറയിൽ മുഖം കിട്ടാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന വേറൊരു കാര്യത്തിനുമല്ല. അച്ചാച്ചേ സൂപ്പർ ഉണ്ടോ? ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? അയ്യോടാ, എരിവുണ്ട് മുത്തേ, എരിവുണ്ടോ? അച്ചോടാ, എൻ്റെ പൊന്നു കണ്ടോ, തല്ലുവണ്ണം വായിൽ വെച്ചേന് അവൻ സങ്കടപ്പെട്ടു. നിർത്തി. അച്ഛോ സൂപ്പറാണോ? അവനറിയാം പാപ്പം. അപ്പം ഞങ്ങളുടെ ചെമ്മീൻ വരട്ടൊക്കെ റെഡിയായി. ഇതേ ബാക്കി കരിയാപ്പിലയും കൂടി അതിനകത്തോട്ടിട്ടു. പിന്നെ ഇച്ചിരി ചോറെടുക്കുക, ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കുക, ചോറിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക, അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തിന്നുക. ഇതാണ് എന്താ അടിപൊളി. മാമു ആണോടാപ്പാ? പൊന്നിന് തരാടി, ഇത് തരാട്ടോ. ഒന്നില്ല എൻ്റെ പൊന്നിന്. അച്ചോ, ആരാടി തരാഞ്ഞേ? ആര് പൊന്നിന് മാമൻ തരാഞ്ഞേ? അച്ചാച്ചിയാണോ? മാമ. എന്നാ തോന്നി. ഇത് ഞാനൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, മക്കൾക്ക് മക്കളുടെ കാര്യമായിരുന്നു. അപ്പം എല്ലാവരും ഓർക്കും എന്നാന്ന്. ഒന്നുമില്ല, ഞങ്ങൾക്കിവിടെ ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നേ. ചെറിയൊരു വിശേഷം ശനിയാഴ്ച, അത് പിന്നെ പറയും. അപ്പോൾ എൻ്റെ വാവച്ചിക്കും പെണ്ണിനും വരാൻ സമയമില്ല, അവർക്ക് അവധിയേ ഇല്ല. എൻ്റെ കുഞ്ഞ് ഏതാണ്ട് വലിയ അവന് അവധി കിട്ടത്തില്ല. ചിന്നുവിൻ്റെ അവധി നമുക്ക് പനിയായിരുന്നു, 2 ദിവസം അവധിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു
സജീവണ്ണനും പറഞ്ഞു ഇനി നിങ്ങളുടെ ഒരു കാര്യം ഞങ്ങളുടെ ഒരു കാര്യത്തിന് എൻ്റെ അമ്മച്ചിൻ്റെ ഒരു കാര്യത്തിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്ക് എടുക്കുകയൊന്നുമില്ല. നിങ്ങളുടെ കാര്യത്തിനൊക്കെ ഞങ്ങളെല്ലാം മക്കളുടെ കാര്യത്തിനെല്ലാം ഞങ്ങൾ സപ്പോർട്ട് നിന്ന് എടുത്തു. ഇപ്പം ഞങ്ങളുടെ കാര്യം വരുമ്പോഴത്തേനും ആരുമില്ല. അതുകൊണ്ട് ഇനി മക്കളെ ഒന്നും ഒരു കാര്യത്തിന് വെച്ചേക്കത്തില്ല, പിന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു ഇല്ല, ഇനിയിപ്പം കുഞ്ഞിൻ്റെ കടയിൽ നിന്ന് അച്ഛനും അമ്മയും മരിച്ചു കിടന്നാൽ പോലും അവർക്ക് അവധി കിട്ടുകയല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനത് ചച്ചു വന്നപ്പോഴത്തേനും ഇളയ മകൻ വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും അവനവൻ്റെ കാര്യമുള്ളൂ, നല്ലതല്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും അവധി കിട്ടുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തണില്ലാതെ ഞങ്ങളങ്ങ് വെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാ, മക്കളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഓരോ വർഷം ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തണം ഞങ്ങളിങ്ങനെ ഓരോ വർഷം ഒരു പ്രാവശ്യം അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് കൊറോണ ആയിപ്പോയി, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓരോരോ വർഷം വന്നപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് അതങ്ങ് പോയി. ഇപ്രാവശ്യം എന്താണെങ്കിലും സജീവനം ഭയങ്കര സന്തോഷിച്ചിരിക്കുമായിരുന്നു. സജീവനം നേരത്തെ പറഞ്ഞു അപ്പം നമുക്കത് ആഘോഷിക്കണം എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ സമയമായി വന്നപ്പോൾ മക്കൾക്ക് അവധിയില്ല, ഒന്നുമില്ല. പിന്നെ മക്കൾക്കില്ലാത്ത അവധി ഇല്ലാത്തപ്പോഴത്തേനും എന്തിനാ വെറുതെ നോർത്തിട്ട് ഞങ്ങളതങ്ങ് ഉപേക്ഷിച്ചു. അപ്പം അതോർത്തോണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. അയ്യോ മക്കൾക്ക് വേണ്ടേ അച്ഛനും അമ്മയൊക്കെ ഇതാകുമ്പം അവനതുകൊണ്ടല്ല കേട്ടോ, അവന് അവധി കിട്ടാഞ്ഞിട്ടാ നമുക്കറിയാം. കാരണം അവനങ്ങനെ ഒരു ആളല്ല, കാരണം എന്ത് കാര്യത്തിനും അവൻ മുന്നിട്ടിരിക്കുന്ന ഒരാളാണ്. അവധി കിട്ടാഞ്ഞിട്ടാണ്. എന്നാലും അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊരു സങ്കടം, ഞങ്ങൾക്കത് എന്തോ ഒരു സങ്കടം. കാരണം അപ്പം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവധി കിട്ടത്തില്ല. അപ്പം നമുക്കെന്തെങ്കിലും വന്നാൽ പോലും അവർക്ക് അവധി കിട്ടുകയില്ല, വേണ്ട. അത് ഇപ്പം സച്ച് വന്നാൽ അത് കുളമാക്കി ഞാനിവിടെ ഭയങ്കര ഹാപ്പി നിന്നതാ. അപ്പം തന്നെ കുളമാക്കി അവൻ ഇറങ്ങി വന്നിട്ട്. അപ്പം പിന്നെ എന്നാ കാര്യമാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എന്ത് ഇതാണെന്ന് പറഞ്ഞാലും അവനുണ്ട് ഇവിടെ വേറെ. അല്ലെങ്കിൽ പറൂ, എന്നാ കാര്യമാണെന്ന് പറഞ്ഞാലും ഭാവിച്ചില്ലേലും ആരില്ലേലും അവൻ കൃത്യസമയത്ത് ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പം ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞ പൊന്നു, ഗുഡ് നൈറ്റ് പറഞ്ഞേടാ, ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഒരു ഉമ്മോടുതേ വേണ്ട, ആള് ഭയങ്കര വേണ്ട. എന്നാ ഹലോ വെച്ച് കുഞ്ഞ് ഫോൺ വിളിക്കുന്ന കണ്ണോ, എന്നാ ഫോൺ വിളിക്കും, പിടിച്ചോ. ഇത് മാറ്റാം, ആ ഫോൺ വിളിച്ചേ. ആ ഹലോ വെച്ചേ, അവൻ ഹലോ വെക്കോടി. അയ്യോ എങ്ങനെ ഫോൺ വിളിക്കുന്നേ? കണ്ടോ എൻ്റെ കുഞ്ഞ് ഹലോ വെച്ചുണ്ടോ? നമ്പരൊക്കെ ഞെക്കിയിട്ട് കുഞ്ഞ് വെക്കത്തുള്ളൂ. ഞെക്കുവാണ്. അപ്പം വീണ്ടും ഗുഡ് നൈറ്റ്.